ആണോ? സന്തോഷം തോന്നിയോ? കുഞ്ഞിൻ്റെ വീട് എവിടെയാണ്? അഴീക്കൽ. അഴീക്കൽ എന്നാണ് നമ്മുടെ ഈ സ്ഥലം. ഇവിടെ അഴീക്കൽ എന്ന പേരുണ്ട്, അന്തകാരി എന്ന പേരുണ്ട്, വിയാത്ര എന്ന പേരുണ്ട്, അങ്ങനെ പല പേരുകൾ നിങ്ങൾ കേൾക്കുന്നതാണ് അല്ലേ? ഈ അഴീക്കൽ എവിടെ? ഏത് പഞ്ചായത്താണ്? തെറ്റിപ്പോയി കേട്ടോ. നമ്മൾ ഓരോരുത്തരും അറിയേണ്ട കാര്യമാണ്. നമ്മൾ ഏത് പഞ്ചായത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ അറിയണ്ടേ? അപ്പോൾ തെറ്റിപ്പോയി കേട്ടോ. സാധ്യത ഏത് പഞ്ചായത്തിലാണ്? ഉച്ചത്തില്ല നീ പറയണ എനിക്ക് കേൾക്കാൻ വയ്യല്ലോ. മൈക്കിൽ കൂടെ കേൾക്കുന്നില്ല. പട്ടണക്കാട് പഞ്ചായത്തിലാണ് കേട്ടോ. അതിനൊരു കയ്യടി കൊടുക്കണം. ശരിയായിട്ട് കയ്യടി ഇല്ലായിരുന്നു. അടുത്തത് പട്ടണക്കാട് പഞ്ചായത്ത് ഏത് ജില്ലയിലാണ്? ശരിയാണ്. കൈയ്യോട് ആൾ പറഞ്ഞത് ശരിയാണ്. ശരിച്ചാൽ ഈ മൈക്കിൽ പറയണം, അല്ലെങ്കിൽ പിന്നെ കേൾക്കുകയില്ല. ഏത് ജില്ലയിലായിരുന്നു? എന്നറിയുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഇതുള്ളിൽ ആ പരിപാടി ഉള്ളിൽ ഞാൻ ഇവിടെ എല്ലാവരോടും കൂടിയല്ലേ ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരാളോട് പിന്നെ കാണിക്കും. എല്ലാവരോടും കൂടി ചോദ്യം, ഉത്തരം ആരോടാണോ ചോദിക്കുന്നത് അദ്ദേഹം മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ആലപ്പുഴയിലെ എവിടെയാ? ഏത് സംസ്ഥാനത്തിലാണ്? നീ നിങ്ങൾക്കറിയാം. അത് ചോദിക്കാം. എന്താണ് നമുക്ക് സമയമില്ല കേട്ടോ. ഞാൻ 5 മിനിറ്റാണ് എനിക്ക് വന്നിരിക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് എൻ്റെ സന്ദേശം നൽകിയിട്ട് എനിക്ക് പോകണം. എവിടെയാ? അപ്പോൾ ഇവിടെ പറഞ്ഞ അനുസരിച്ചിട്ടാണ് നമ്മൾ അഴീക്കൽക്കാരനാണ്, നമ്മുടെ പട്ടണക്കാട് പഞ്ചായത്തുകാരനാണ്, നമ്മൾ കേരളീയനാണ്. സമ്മതിക്കാം. ഈ കേരളം എവിടെയാണ്? അപ്പോൾ നമ്മൾ ഇനിയും പറയുകയാണ്, നമ്മൾ അഴീക്കൽക്കാരനാണ്, പട്ടണക്കാട് പഞ്ചായത്തുകാരനാണ്, കേരള താലൂക്കുകാരനാണ്, കേരളീയനാണ്, ഇന്ത്യക്കാരനാണ്. ഈ ഇന്ത്യ എവിടെയാ? ഇന്ത്യ എവിടെ ഇരിക്കുന്നു? ഏഷ്യ കണ്ടിട്ടുണ്ടോ? നമ്മളിതിൻ്റെ ഗ്ലോബിൽ നോക്കൂ. നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ചുരുങ്ങിയതല്ല, കുറച്ചുകൂടി വലുതാണ്. നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മുടെ ഏഷ്യക്കാരനാണ്. ഈ ഏഷ്യ എവിടെയാണ്? ഏഷ്യ എവിടെയാണുള്ളത്? നമ്മുടെ ഭൂമിയിൽ ഒരുപാട് ആളുകളുണ്ട്. ഏഷ്യയുണ്ട്, യൂറോപ്പ്, ആഫ്രിക്കയുണ്ട്, ആസ്ട്രേലിയയുണ്ട്, അങ്ങനെ ഒട്ടേറെ ആളുകളുണ്ട് ഇവിടെ. അവരുടെ കൂട്ടത്തിൽ ഒരാളാണ് നമ്മൾ കേട്ടോ. അതായത് നമ്മൾ എന്ന് പറയുന്നത് വളരെ വിശാലമായി ചിന്തിക്കേണ്ട ആളുകളാണ്. സ്കൂളിലൊക്കെ പഠിച്ചില്ലേ? ഇന്ത്യ ഈസ് മൈ കൺട്രി, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യ എൻ്റെ മാതൃരാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരനാണ്. എല്ലാ ഇന്ത്യക്കാരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവർ പല സംസ്ഥാനങ്ങളിലായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നോക്കൂ, നമ്മൾ ഇന്ത്യക്കാരനാണ് എന്നതുപോലെ തന്നെ കുഞ്ഞെ ഇങ്ങോട്ട് നോക്കി പുള്ളിയില്ലാത്തത് വർത്തമാനം അത് യൂട്യൂബിൽ കേട്ടോ. നിന്റെ ഫോട്ടോ യൂട്യൂബിൽ വർത്തമാനം അവിടെ പ്രത്യേകിച്ച് എടുത്തോ. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ലോക പൗരനാണ്. നമ്മൾ സങ്കുചിതമായി നിൽക്കുന്നയാളല്ല, പിന്നെയോ ലോക പൗരനാണ്. അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്നാലോചിച്ച് നോക്കി. അങ്ങനെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ലോകത്തിലുള്ള എല്ലാവരെയും പ്രിയപ്പെട്ട ഒരു കുട്ടിയാണ്. ഞാൻ ഇന്ത്യക്കാരൻ മാത്രമല്ല, ഏഷ്യക്കാരൻ മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ ആളുകളുടെയും കൂട്ടത്തിലുള്ള ഒരാൾ മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് എന്നതുപോലെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലെയും ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ്.
ബോധം നിങ്ങൾക്കുണ്ടാവും. മനസ്സിലായില്ലേ? അതിനിടയിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി, നമ്മളിൽ ആവേശം കയറ്റുന്നതിന് വേണ്ടി ചില ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നു. നിങ്ങൾ ഇന്ത്യക്കാരൻ മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങൾ കേരളീയൻ മാത്രമാണ് എന്ന് പറയും. അങ്ങനെയല്ല, നമുക്ക് അഭിമാനബോധം വേണം. ഞാൻ എല്ലാ ലോകത്തിലെയും അല്ലെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ രാജ്യങ്ങളിലെയും ആളുകളെ പോലെ അവരുടെ കൂട്ടത്തിൽ ഒരാളാണ്. ഞാൻ ഇന്ത്യക്കാരനെന്ന പോലെ ലോകപൗരനാണ് എന്ന് നമ്മൾ മനസ്സിലായോ? അപ്പോൾ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞ് നമ്മൾ മറ്റു രാജ്യക്കാരുടെ ചെന്ന് ഇടിക്കാനും കാലുകൂടാനും ഒക്കെ നിൽക്കുമോ? ഇല്ല. അവർ നമ്മൾ എന്തെങ്കിലും കുഴപ്പം പറയുകയാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ ഈയിടയ്ക്കായിട്ട് അങ്ങനെ ചില ആവേശങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ കാതോർത്ത് കേൾക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ ഈ കുട്ടിപ്രായത്തിൽ